ഇച്ചിരി വൈകിയാണെങ്കിൽ എന്താ, ഞാൻ ഈ മാംഗോ പുഡിംഗ് ഉണ്ടാക്കണമെന്ന് കരുതിയാണ് ഇരുന്നത്. പക്ഷേ അതിന് നമുക്ക് നാട്ടിൽ വന്നാലല്ലേ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഹോസ്റ്റലിൽ ഇതൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ മാങ്ങയൊക്കെ വാങ്ങി അരച്ചതിന് ശേഷം നമ്മൾ മാംഗോ പുഡിംഗ് ഉണ്ടാക്കാൻ പോവാണ്. നമ്മളിവിടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മാങ്ങയ്ക്ക് ഇച്ചിരി പുളിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓരോ ലെയർ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനാണെങ്കിൽ തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം എന്താ പറയുക, നല്ല ഇച്ചിരി പുളിപ്പുണ്ടായിരുന്നു മാങ്ങയ്ക്ക്. നല്ല മധുരമുള്ള മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഓരോ ലെയർ വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച്, അതായത് ഒരുപാടില്ല, കുറച്ച് തേൻ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ലെയർ വെച്ചതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ മാംഗോ പുഡിങ്, അതായത് മാംഗോ, ഈ അരച്ച മാംഗോ നമ്മൾ അതിൽ തന്നെ നല്ലോണം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രീസ് ചെയ്യാൻ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെയ്ത് വെച്ചതിന് ശേഷം എല്ലാവർക്കും സെർവ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. ഞാനങ്ങനെ വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാക്കുമ്പോഴും അവർക്ക് ഇഷ്ടമാകും. ഇത് എന്തായാലും അവർക്ക് ഇഷ്ടമായി.